പുതിയ കാലത്ത് ഈ പ്രസ്താവന പുതിയ കാലത്തെ സമൂഹം പൊതുസമൂഹം ഏറ്റവും എന്താ പറയുക അപലപനീയമായിട്ടുള്ളതാണ്. അത് പൊതുസമൂഹം എഴുതി തള്ളും. ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടും. ഇത് പറയാൻ കഴിയുന്നത് ലീഗ് നേതാക്കന്മാർക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് ലീഗ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരെന്താ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ബോധ്യം വേണ്ടേ? നിങ്ങൾ നോക്ക്, ഇപ്പോൾ KM ഷാജി ആണെങ്കിലും PK ബഷീർ ആണെങ്കിലും ഇപ്പോൾ PMA സലാം ആണെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താ? പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ബോധ്യം വേണ്ടേ? തീവ്രമായ വർഗീയത പടർത്താൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണമുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. വേറെ ഏത് സംസ്ഥാനത്തുള്ളത്? ഇന്ത്യ രാജ്യത്ത് വേറെ ഏത് സംസ്ഥാനത്തുള്ളത്? ആ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നത്. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലേ? അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ എന്തോ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നതെന്ത് എന്ന് പരിശോധന നടത്തണ്ടേ? ഏറ്റവും മികച്ച പ്രവർത്തനമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ വളരെ സുതാര്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു കരിക്കുലവും കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പഠനശേഷം മാത്രമേ അത് നടപ്പാക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, CBSE സിലബസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതാണ്ട് 200ഓളം സ്കൂൾ മാനേജ്മെൻറ്റുകൾ CBSE സ്കൂൾ മുസ്ലിം മാനേജ്മെൻറ്റുകളാണ്. അവിടെ CBSE സിലബസ് അല്ല, NCERT നയമല്ല അവർ നടപ്പാക്കുന്നത്. NEP പോലുള്ള ന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ല അവർ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതെന്താ PMA സലാം കാണാതെ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഇത് പഠിപ്പിക്കുന്നത് കേരളത്തിലെ സെൻട്രൽ സിലബസുകൾ പഠിപ്പിക്കുന്നത് CBSE സ്കൂളുകളിലാണ്. ആ വിഷയം പോലും അവർ കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്താ? കേന്ദ്ര ഗവൺമെൻറ് പഠിപ്പിക്കേണ്ട. ഇപ്പോൾ 921 സമരത്തെക്കുറിച്ച്, അതേപോലെ തന്നെ മുഗൾ ഭരണകാലത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ഗാന്ധി വധത്തെക്കുറിച്ച് ഇതൊന്നും സിലബസിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണ് RSSും BJPയും സ്വീകരിച്ചത്. അത് ശിരസാവഹിക്കല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ അങ്ങനെ പാഠപുസ്തകം നിരോധിച്ചാൽ അത് പഠിപ്പിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുമെന്ന് പ്രത്യേക പുസ്തകം പ്രസിദ്ധീകരിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഈ പൊതുസമൂഹത്തിന് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണാൻ വേണ്ടി കഴിയുമോ? ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പണം അനുവദിക്കാനും അത് നൽകാനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായി. അതിലുള്ള വേവലാതിയാണ്. യഥാർത്ഥത്തിൽ ഇനിയും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന വിഭ്രാന്തിയാണ്. ഇനി തുടർന്ന് കേരളത്തിൽ അധികാരത്തിലെത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നുള്ള വിഭ്രാന്തിയാണ് ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അവർ നടത്തുന്നത്. നമുക്കറിയാം, മുൻപ് നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് നടത്തിയ അധിക്ഷേപമുണ്ട്. വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ഇവർ മുതിരുന്നത്. കേരളത്തിലുടനീളം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്.